ഹലോ ധന്യസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമ്മൾ ഇന്നിവിടെ ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 2 കുടം വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, ഒരു 10 പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കണം. ഇനി ഞാനിവിടെ 2.5 കപ്പോളം ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി ഒന്ന് 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വാർത്ത് വയ്ക്കണേ. ഇനി ഞാനിവിടെ ഗരം മസാല പൊടിച്ച് വെച്ചിരുന്ന മിക്സിയാണ് കേട്ടോ. അതിലേക്ക് നേരത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ മുഴുവനായിട്ടും ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി എടുത്തിരിക്കുന്നത് 3/4 കിലോനോളം ബീഫാണ് കേട്ടോ. കുറച്ച് വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് വാർത്തെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. ഇത് ഞാൻ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇതിലാണ് കേട്ടോ ഇതിനെ വേവിച്ചെടുക്കുന്നത്. ഇനി നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള മസാലയുണ്ടല്ലോ, അതിൽ നിന്നും 1 സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കണം. 1 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇത് ഞാൻ സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ എടുത്ത് വെക്കുന്ന മസാല പൊടിച്ച് വെച്ചതാണ്. അതിൻ്റെ കൂടെ മുളക്, മല്ലി, മഞ്ഞൾ ഇതും കൂടെ ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, പെരിഞ്ജീരകം, ബേ ലീഫ്, കസ്കസ്, മുളക്, മല്ലി, മഞ്ഞൾ ഇത്രയും കൂടെ പൊടിച്ച് വെച്ചത്. 3.5 സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, ഈ ഒരു രീതിയിൽ. അപ്പോൾ സാധാരണ നമ്മുടെ ബിരിയാണി മസാല ആണെങ്കിലും ഗരം മസാല ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. മുളകും മല്ലി എക്സ്ട്രാ ചേർത്താലും മതി. ഇനി ഞാൻ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 സ്പൂണും കൂടെ. നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുമ്പോൾ ഈ ബീഫിനൊക്കെ ഈ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് ഈ കളറ് കാണാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ചുഴറ്റിയെടുത്താൽ മതി. ഇത്ര വെള്ളമേ വേണ്ടുള്ളൂ. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അത്യാവശ്യം വെള്ളം ഇതിലുണ്ടാവും. ബീഫാണെങ്കിലും മട്ടനാണെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ മൂടി വെച്ച് ഒരു 6 വിസിൽ വരുന്നവരെ നമുക്കിത് സ്റ്റൗവിൽ വയ്ക്കാം. അപ്പോൾ റെഡ് മീറ്റൊക്കെ എപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും മാക്സിമം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കിയെല്ലാം മീഡിയം ഫ്ലെയിമിലും പോകണം കേട്ടോ. അപ്പോഴേക്കും നമ്മൾക്കിനി ബാക്കി ഞാനിവിടെ ഒരു 1/2 കിലോനോളം സവാള നേരത്തതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 തക്കാളി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മല്ലിയിലയാണ് കേട്ടോ, 2 പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾക്കിനി മസാല ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനിതാ ഒരു ബിരിയാണി ചെമ്പ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ 1/2 കപ്പോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. 1/2 കപ്പ് വെളിച്ചെണ്ണ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിൽ ബാക്കിയാണ് കേട്ടോ ഇത്. അപ്പോൾ 1 സ്പൂൺ നമ്മൾ ബീഫിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ ബീഫ് ബിരിയാണി എന്ന് പറയുന്നത്. ബിരിയാണിയിൽ ഏറ്റവും രുചിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ബീഫ് ബിരിയാണി. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് നല്ലവണ്ണം വഴന്ന് വരണം ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ ഒരു കൂട്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നുണ്ട്. ഒത്തിരി കളറ് മാറരുത്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇട്ട് കൊടുക്കണം. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ മസാല ഇതിൽ ഒന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വയ്ക്കാം. നമ്മുടെ ബീഫിൻ്റെ വിസിലൊക്കെ പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സവാള ഇതുപോലെ ഇടയ്ക്കൊന്നെടുത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് വിചാരിച്ച രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇത് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ അതാ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുമ്പോഴേക്കും നമുക്കിതിൽ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി നമുക്കിതിനെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ പച്ചമുളകൊക്കെ ചതച്ചെടുത്ത ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് ചുഴറ്റിയെടുക്കണം കേട്ടോ. ഇത് നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഞാനിത് ചുഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പാലിലും തൈരിലും ഒക്കെയാണ് ചേർത്ത് കൊടുക്കാറ്. കളറിനായിട്ട് നമ്മൾ ഇതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിലാകുമ്പോൾ നല്ലൊരു മണമാണ്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഇതെല്ലാം ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും റൈസ് ഉണ്ടാക്കാം. ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്.
ഇത് അങ്ങനെ കണക്കൊന്നുമില്ല. അതിൽ ഒന്ന് ചൂടായി വരുമ്പോൾ 1 സ്പൂണോളം ഉപ്പും 1/4 സ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മൾ ഈ റൈസിൽ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബസ്മതി അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. എപ്പോഴും ബിരിയാണി ദമ്മിലിടുമ്പോൾ മാത്രമാണ് കുറച്ചൊരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്തെടുക്കാറ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എപ്പോൾ ബിരിയാണിക്ക് റൈസ് സെപ്പറേറ്റ് വേവിക്കുമ്പോഴും ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. റൈസ് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം വേഗമായി വന്നിട്ടുണ്ട്. അപ്പോൾ ബസ്മതി റൈസ് എടുക്കുമ്പോൾ ഇത് ഒട്ടും തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ വേവ് കൂടി പോവുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇനി ഇതിനെ നമുക്ക് വാർത്തെടുക്കാം. ഈ ഒരു രീതിയിൽ വാർത്തെടുത്ത് നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഉണ്ടാക്കി വരുമ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ 7 വിസിലൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ബീഫ്. മസാല കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് മസാല വേണ്ടത്. എപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും മസാല കുറച്ചൊന്നിങ്ങനെ കൂടുതലായിരിക്കണം, എന്നാലാണ് ഇങ്ങനെ പെരണ്ടിരിക്കുള്ളൂ കേട്ടോ. ഇത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ബീഫൊക്കെ. ഇത്രയേ ഉള്ളൂ. കുക്കറിലിട്ട് കുറച്ച് വിസിലടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബിരിയാണിക്കുള്ള മസാല നോക്കാം. അതാ സവാളയും തക്കാളിയും എല്ലാം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ലോ ഫ്ലെയിമിലാക്കി കുറച്ച് സമയം ഇടയിലിടയിലൊക്കെ എടുത്തൊന്ന് ഇളക്കി കൊടുത്താലാണ് ഈ ഒരു രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ തന്നെ ആയി വരണം, എന്നാലാണ് ഇത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും അതിൻ്റെ കൂടെയുള്ള മസാലയും മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഒരു തക്കാളി സവാള കൂട്ടിൽ ഇത് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കഴിക്കാൻ. നമ്മൾ ഇതിൽ കൂടുതലൊന്നും തന്നെ ചേർക്കുന്നില്ല. ചേർക്കാനുള്ളതൊക്കെ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കാൻ കേട്ടോ. മല്ലിയില നമ്മൾ ഒരു 2 പിടിയാണ് ഇട്ടിരിക്കുന്നത്. പുതിനയില ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഇതിൽ ഈ ഒരു കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ഇതൊന്നും കൂടെ ഒന്നിങ്ങനെ മുറുകി വരും. അപ്പോൾ അതിന് മാത്രം നമ്മളിങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതിങ്ങനെ ആയി വരുമ്പോൾ എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞ് വരികയും ചെയ്യും. ഇതിങ്ങനെ ഇളക്കുമ്പോൾ അടിഭാഗം കണ്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് ഇതിങ്ങനെ പോകുന്നത്. ഇതിൻ്റെ പീസസൊക്കെ ആ ഒരു രീതിയിൽ തന്നെ ആയി വരണം, എന്നാലാണ് നമ്മൾ ബിരിയാണിക്ക് അതിൻ്റേതായ ഒരു രുചി കിട്ടുള്ളൂ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുകയാണ്. ഇത് ദം ചെയ്യുന്ന സമയത്ത് വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ നല്ല ചൂടിലാണ് ഈ ബസ്മതി റൈസ് 3/4 ഭാഗം വേവിച്ചത് ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു രീതിയിൽ. മട്ടനും ഇതുപോലെ കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം. അപ്പോൾ റൈസിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇട്ടിട്ടില്ല, ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. റൈസിന് നെയ്യുടെ ഒരു മണം ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഒരു 2 സ്പൂണോളം നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന മഞ്ഞളിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിനെ ദം ചെയ്യണം. ഓൾറെഡി ഇത് നല്ല ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇതേപോലെ തന്നെ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വെക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതാ നല്ല ആവി പോകുന്ന ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെയാണ് കേട്ടോ കാണാൻ വേണ്ടി. അത്യാവശ്യം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ളൊരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇതിങ്ങനെ മേളിലെ ഭാഗം ഇങ്ങനെ ഇളക്കി എടുക്കണം കേട്ടോ. അടിയിൽ നമ്മൾ കണ്ടില്ലേ റൈസും അതുപോലെ മസാലയും വേറെ വേറെയാണ് കിടക്കുന്നത്. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വിചാരിച്ച ഒരു രുചി ഉണ്ടാവില്ല കേട്ടോ. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അടിയിൽ വെക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ലൂസായിട്ടുള്ള പരുവമൊക്കെ മാറി ഇപ്പം നല്ലോണം ഇതുപോലെ നമ്മൾ ശരിക്കും കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണിയൊക്കെ കഴിക്കുന്ന ആ ഒരു പരുവം തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.
ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.